അങ്ങനെ നമ്മൾ സഫാരി വേൾഡിലത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ അംബാസഡർ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം പൂളിലും ഒക്കെ കളിച്ചതിന് ശേഷം നമ്മളിതാ ഇപ്പം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മളെ പരിപാടി മൊത്തം എന്തൊക്കെയാണ് തായ്ലാൻഡിൽ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊന്നും പാക്കേജിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പ്രത്യേകം നമ്മളുടെ എന്താ പറയുക ഫെസിലിറ്റീസൊക്കെ കണ്ടുപിടിച്ച് ടാക്സിയൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 ടുക്ടുക്കാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടുക്ടുക്ക്. വളരെ അടിപൊളിയായിട്ടുള്ള കളർഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വൈബുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ 2 എടുത്തിട്ടുള്ളത് ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഇരിക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല, നിലത്തൊക്കെ ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. പക്ഷേ കാണുമ്പോൾ വലിയതുപോലെ ഉണ്ടെങ്കിലും ഇരിക്കാനുള്ള സ്പേസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ അടുത്ത് തന്നെയുള്ള ഇന്ദ്രാനഗറിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെയായിരുന്നു പ്ലാറ്റിനം മോളും. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെയും കൂടെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഒട്ടും ടൈമില്ല. അപ്പം കുറച്ചും കൂടെ ഡേയ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ഇനി ഒരു പ്രാവശ്യം കൂടെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എനിവേസ് നമ്മളിതാ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ വാഹനത്തിനെ എൻജോയ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാത്ര. ഈ ഒരു ലൈറ്റുള്ള ഈ ഒരു ടുക്ടുക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ദ്രനഗറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ തപ്പി തപ്പി നോക്കുമായിരുന്നു ചെയ്യുന്നുണ്ടായത്. അപ്പോൾ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. സോ അത് പല വെറൈറ്റിയിലുണ്ട്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പം മാംഗോ ഉണ്ടായിരുന്നു, പിന്നെ കിവി ഉണ്ടായിരുന്നു, സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. മാംഗോ തന്നെ പല രീതിയിലുണ്ടായിരുന്നു. പിന്നെ പുളി, നമ്മളെ നാട്ടിലെ പുളി ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്, മാംഗോ വാങ്ങിച്ചു, എല്ലാം ഓരോ പാക്കറ്റ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലിച്ചിയൊക്കെ ഉണ്ടായിരുന്നു, ലിച്ചി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് പാസ്പോർട്ടിൻ്റെ മുകളിൽ കവർ അടിക്കുന്ന ഒരു സ്ഥലം അവിടെ തന്നെയുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം അത്രയും ചീപ്പായിട്ടാണ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ റേറ്റ് ഓർമ്മയില്ല, 80 ബാത്ത് അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. 3 വാങ്ങിച്ചാൽ 4 വാങ്ങിച്ചാൽ 1 ഫ്രീ, അങ്ങനെ എന്തോ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതാ അവിടെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. 60 ബാത്തായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ എടുക്കണമെങ്കിൽ, ലോഗോസ് പോലത്തെ എടുക്കണമെങ്കിൽ എക്സ്ട്രാ ചാർജ്. അവർ ഫ്രീ തരും, ബാക്കിയുള്ളത് എക്സ്ട്രാ ചാർജ് ആയിരുന്നു. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമല്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഓൺലൈനിലൊന്നും തപ്പി പിടിച്ചിട്ട് ഇത് ചെയ്യാനുള്ളൊരു മൂഡ് നമുക്ക് എന്തായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ടൈം അവിടെ തന്നെ നിന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവർ ചെയ്യുന്നതൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടക്കുകയാണ്, ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. നമ്മൾ നാട്ടിൽ നടക്കുന്ന പോലെയൊന്നുമല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട് ആ ഒരു സ്ട്രീറ്റിലൊക്കെ നടക്കുമ്പം. ഒരുപാട് കാഴ്ചകളുള്ളത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും കാഴ്ചകളും തന്നെയായിരുന്നു തായ്ലാൻഡിലത്തേത്. ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം അത്രയും ക്രൗഡഡാണ്, പക്ഷെ അത്രയും ഹൈജീനിക്കായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ അങ്ങനെ നടക്കാനൊന്നും അത്ര ഒരു മടി തോന്നിയിട്ടില്ല. എനിക്ക് മുൻപ് ബോംബെയിൽ പോയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപാട് ദൂരമൊക്കെ നടക്കുമ്പോൾ ആകെ വൃത്തികേടായിട്ടുള്ള ഏരിയാസാണ് കൂടുതലുണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നമുക്ക്
അടിപൊളിയായിട്ട് ചെരുപ്പിടാതെ വേണേൽ നടന്നു പോകാം. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഓരോ ഏരിയയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് മോശം ഏരിയ ഇല്ലയെന്നല്ല കേട്ടോ, മോശം ഏരിയസും ഉണ്ടായിരുന്നു, അതും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡ്രസ്സിൻ്റെയും ടീഷർട്ട്സും ടോപ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ഷോപ്പിംഗ് ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ സെക്ഷൻസ് ഒന്നും നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. പല വെറൈറ്റീസ് ഓഫ് ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ അവിടെ വ്യത്യസ്തമായിട്ട് കിട്ടുന്നതും ആ ഒരു ഫുഡായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അങ്ങനത്തെ ഐറ്റംസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്യൂസൊക്കെ വെച്ചത് കാണുമ്പോൾ തന്നെ എടുത്ത് കുടിക്കാൻ തോന്നും. പക്ഷേ ഇതൊന്നും ഫ്രഷ് ജ്യൂസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാങ്ങിച്ചായിരുന്നു, ഫ്രഷ് ആണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ കൂടി അത്ര ഫ്രഷ് ആണോ എന്നറിയില്ല. നമ്മളുടെ ഒരു ടാങ്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ്. സംതിങ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ടാങ്കിൻ്റെ പോലത്തെ ബോറ് ടേസ്റ്റ് ഇല്ല, എന്നാലും അത്ര ഫ്രഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിഗ്മെൻറ്റഡ് ആവാം, കളറ് ചേർത്തതാവാം, അങ്ങനെ ഒരു ഫ്ലേവറൊക്കെ ആഡ് ചെയ്ത പോലെ തോന്നിയായിരുന്നു. അതിൽ തന്നെ ഓറഞ്ചും മാംഗോവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാംഗോ ഒട്ടും കൊള്ളില്ലായിരുന്നു, ഓറഞ്ച് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. മാംഗോ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഓറഞ്ച് ഒട്ടും കൊള്ളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ യാപ്പൂന് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കുടിച്ചിട്ട് അപ്പം തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കണ്ടോ ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ച് തീർക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവൾക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. സഫാരി വേൾഡൊക്കെ കഴിഞ്ഞ് ഈ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെ ടയർഡായി. എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.